ജീവനക്കാർ സമരം പിൻവലിച്ചിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുകയാണ്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡൽഹിയിലെ ചീഫ് ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് പ്രധാന വിഷയങ്ങളിൽ താൽക്കാലിക ധാരണയായത്. ക്യാബിൻ ക്രൂ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം പരിശോധിച്ച് പരിഹാരം കാണുമെന്ന് കമ്പനി യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു. അസുഖ അവധിയെടുത്തവരിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഉടൻ ജോലിയിൽ പ്രവേശിക്കുമെന്നും അവർ അറിയിച്ചിരുന്നു. അവധിയിൽ പോയവർ വെള്ളിയാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ വിമാന സർവീസ് സാധാരണ നിലയിലാകുമെന്ന് വിമാന കമ്പനി വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ ഇന്നും കണ്ണൂരിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 2 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. പുലർച്ചെ 5:15 പുറപ്പെടേണ്ട ദമാം രാവിലെ 9:20 അബുദാബി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിമാനം റദ്ദാക്കിയ കാര്യം യാത്രക്കാരെ നേരത്തെ അറിയിച്ചിരുന്നതായി വിമാന കമ്പനി അറിയിച്ചു. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയില്ല. ഇന്നലെയും 75 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന് റദ്ദാക്കേണ്ടി വന്നത്. ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും സർവീസുകൾ പഴയതുപോലെയാകാൻ ഞായറാഴ്ചയാകുമെന്നാണ് റിപ്പോർട്ട്. ഇന്ന് 50 സർവീസുകളെങ്കിലും മുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയേക്കും. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരിച്ചു വാങ്ങുകയോ ലഭ്യമായ മറ്റൊരു ദിവസത്തേക്ക് ബുക്കിംഗ് മാറ്റുകയോ ചെയ്യാമെന്ന എയർലൈൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ മിന്നൽ സമരം മൂലം 30 കോടി രൂപ കമ്പനിക്ക് നഷ്ടമുണ്ടായതാണ് വിവരം. ജീവനക്കാരുടെ മിന്നൽ സമരം മൂലം 30 കോടി രൂപ കമ്പനിക്ക് നഷ്ടമുണ്ടായതായാണ് വിവരം. നഷ്ടത്തെക്കുറിച്ച് എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വ്യാഴാഴ്ച 85 വിമാന സർവീസുകളായിരുന്നു എയർ ഇന്ത്യക്ക് റദ്ദാക്കേണ്ടി വന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ചീഫ് ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലായിരുന്നു സമരം ഒത്തുതീർപ്പായത്. അലവൻസും മറ്റു പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മിന്നൽ സമരത്തിലേക്ക് കടന്ന ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു. എന്നാൽ മുന്നറിയിപ്പില്ലാതെ സമരം ചെയ്ത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയ ജീവനക്കാർക്കെതിരെ നടപടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്ത് വന്നിരുന്നു. അവധിയെടുത്ത് പ്രതിഷേധിച്ച 30 ജീവനക്കാരെ കമ്പനി പിരിച്ചുവിട്ടു. അപ്രതീക്ഷിത അവധിയെടുത്ത് ബോധപൂർവമാണെന്ന് ക്യാബിൻ ക്രൂ അംഗത്തിന് നൽകിയ കത്തിൽ എയർ ഇന്ത്യ മാനേജ്മെന്റ് പറയുന്നത്. അവധിയെടുത്ത് പ്രതിഷേധിച്ച കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ ആദ്യം പറഞ്ഞിരുന്നു. ഒരു ന്യായവുമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ മുൻകൂട്ടി തീരുമാനിച്ച് ജോലിയിൽ നിന്നും വിട്ടുനിന്നത്. ഇതിനെ തുടർന്ന് 90ഓളം വിമാന സർവീസുകൾ റദ്ദു ചെയ്യേണ്ടി വന്നു. കമ്പനിയുടെ ഏറ്റവും വിലപ്പെട്ട യാത്രക്കാർക്ക് വലിയ അസൗകര്യം സൃഷ്ടിക്കുകയും കമ്പനിക്ക് നാണക്കേടുണ്ടാക്കുകയും ഇതോടുകൂടി ചെയ്തു. പൊതു താൽപര്യത്തിനെതിരായിരുന്നു ഇവരുടെ പ്രവൃത്തിയെന്നും കമ്പനി ചൂണ്ടിക്കാട്ടി. ധനനഷ്ടം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമരം തുടങ്ങിയ ജീവനക്കാർക്കെതിരെ 2ാം ദിവസം എയർ ഇന്ത്യ നടപടിയെടുത്തിരുന്നു. സുഖമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൂട്ടവധി വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡ് എംപ്ലോയീസ് സർവീസ് റൂളുകൾ ലംഘിക്കുന്ന നടപടിയാണെന്നും കത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 200-ലധികം ക്യാബിൻ ജീവനക്കാർ കൂട്ടയവധിയെടുത്തതോടെയാണ് ചൊവ്വാഴ്ച രാത്രി മുതൽ വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കേണ്ടി വന്നത്. വിഷയത്തിൽ DGCA എയർ ഇന്ത്യ എക്സ്പ്രസിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അതിനിടെ എയർ ഇന്ത്യ ജീവനക്കാരുമായുള്ള തർക്കത്തിൽ മാനേജ്മെന്റിനെതിരെ ലേബർ കമ്മീഷണർ രൂക്ഷമായി രംഗത്ത് വന്നെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തൊഴിൽ നിയമത്തിന്റെ ലംഘനം നടന്നെന്ന് ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണറുടെ വിമർശിച്ചതായാണ് റിപ്പോർട്ട്. ഇന്ന് 75 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത്. തുടർന്ന് നടന്ന ചർച്ചയിൽ മിന്നൽ പണിമുടക്കിന്റെ പേരിൽ പിരിച്ചുവിട്ട 25 പേരെ തിരിച്ചെടുത്തു. രോഗാവധിയെടുത്ത ജീവനക്കാർ തിരികെ പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഫിറ്റ്നസ് പരിശോധന ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് സർവീസുകൾ മുടങ്ങിയതെന്നാണ് റിപ്പോർട്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ നടത്തിയ അപ്രതീക്ഷിത സമരത്തിൽ രാജ്യത്താകെ വിമാന സർവീസുകൾ മുടങ്ങിയതോടെ ബുദ്ധിമുട്ടിലായവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ യാത്രക്കാരായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് റീഫണ്ട് ചെയ്യാമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. അല്ലെങ്കിൽ സർവീസ് ലഭ്യമായ മറ്റൊരു തീയതിയിലേക്ക് ബുക്കിംഗ് മാറ്റുമെന്നതും അറിയിപ്പിൽ പറഞ്ഞിരുന്നു. എന്നാൽ അത് ലഭിച്ചില്ലെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. യാത്രയ്ക്കായി പലരും എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് സമരത്തെക്കുറിച്ചുള്ള വാർത്തകൾ അറിയുന്നത്. യാത്ര ചെയ്യാനിരുന്ന വിമാനം റദ്ദാക്കിയതോടെ നിരവധി യാത്രക്കാരാണ് പ്രയാസത്തിലായത്.